ഹായ് ഡേയ്സ്. അപ്പോൾ നമ്മുടെ ആവണീസ് വ്ലോഗിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളും കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. രാവിലെ തന്നെ കത്തിയും കൊണ്ട് എന്താ പരിപാടി എന്നായിരിക്കില്ല. അപ്പോൾ രാവിലത്തെ കലാപരിപാടി തുടങ്ങും കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് തോരനായിട്ട് നമ്മുടെ പോഷക ഗുണങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള നമ്മുടെ ചുക്കുട്ടി ചീര കേട്ടോ നമ്മൾ തോരൻ വെക്കുന്നത്. നമ്മുടെ മണിത്തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലുണ്ടാവുന്ന ഒരു ചീര ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മളൊന്ന് തോരൻ വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ തോരനിലേക്കുള്ള ചീരയെല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് അപ്പോൾ ഇത്രയും ചീര നമുക്കിന്ന് പണിക്ക് ചേച്ചി മാറിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തില്ല. നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വേണ്ട ആവശ്യം. അപ്പോൾ നോക്കി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിടുന്നതേ ഉള്ളൂ. കാരണം ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിതിൽ കാണില്ല, നമ്മൾ നേരെ കടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് കീറിയിടുന്നതേ ഉള്ളേ. അപ്പോൾ ബാക്കിയുള്ള കുറേ പരിപാടികളൊക്കെ കഴിക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് പണികളൂടെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ 2 സൈഡിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഗൈസ്. സമയമൊക്കെ പോകുന്നതേ അറിയുന്നില്ല. സമയം എല്ലാം അറിഞ്ഞിട്ട് 24 മണിക്കൂർ തന്നെ ഉള്ളൂ ഒരു ദിവസം. എന്നാൽ കൂടി നമുക്ക് സമയം പോണ വഴി അറിയുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഒന്നിലൊന്നും വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തുന്നത് കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്തായാലും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും വീഡിയോ നമ്മൾ ഒരു ദിവസം ഇട്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേനും പിന്നെ നമുക്ക് അയ്യോ ഇന്ന് ഇടാമെന്നൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണേ. അപ്പോൾ എന്തായാലും നമ്മുടെ തോരനിലേക്കുള്ള തേങ്ങയും കൂടി നമുക്കിതൊന്ന് ചുരണ്ടി സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു മുട്ടി വെച്ചിട്ടാട്ടോ ഞാൻ ഒരുപാടുണ്ടായിട്ട് നമുക്ക് അരിയാൻ വേണ്ടതുകൊണ്ട് ഞാനൊരു മുട്ടിയുടെ സഹായം തേടിയിരിക്കുക. അല്ലാതെ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കൂടുതൽ അരിഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് നമ്മൾ നല്ല പൊടിയായിട്ടാണ് ചീരയൊക്കെ അരിഞ്ഞെടുക്കുന്നത്. ഒരുപാട് വലുതായിട്ടൊക്കെ നമ്മൾ ചീരയൊക്കെ അരിയാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ എത്രത്തോളം നമുക്ക് പൊടിയാക്കി അരിയാൻ വേണ്ടി പറ്റുമ്പോൾ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ആവും ചെയ്യും. 2 ആവി കയറുമ്പോൾ നമുക്ക് ഈ തോരനൊക്കെ ആവുമല്ലോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്ക് എന്തായാലും പോയിട്ട് നേരെ തേങ്ങ ഒന്ന് അപ്പോൾ തേങ്ങ ചെറുക്കുന്നതിന് മുന്നായിട്ട് തേങ്ങ പൊതിക്കാനുണ്ട്. അപ്പോൾ തേങ്ങ പൊതിച്ച് തേങ്ങയൊക്കെ തീർന്നിരിക്കണം. അപ്പോൾ നമുക്ക് പോയിട്ട് അത് തേങ്ങ ഒന്ന് പൊതിക്കാം. എന്തായാലും നമ്മുടെ തോരൻ വെക്കാനുള്ളതൊക്കെ നമ്മുടെ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പം 2 ആവി കയറുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ സെറ്റാവും. അപ്പോഴത്തേനും നമുക്ക് എന്തായാലും മീൻ കറി ഒന്ന് വെക്കാം കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇപ്പോഴാട്ടോ മീൻ കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് മീനാണെന്ന് വെച്ചാൽ മത്തി മീനാട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത മത്തി കേട്ടോ. നമുക്ക് ഇവിടെ ഈ ഒരു ടൈമൊക്കെ ആവട്ടോ മീൻ വണ്ടിയൊക്കെ വരുമ്പോൾ ഒരുപാട് നേരത്തെ ഒന്നും വരില്ല. പിന്നെ നമുക്ക് എന്തായാലും മത്തി ഒന്ന് നന്നാക്കി എടുക്കട്ടെ. വേറെ മീൻ പോലും ഇല്ല. മത്തി നന്നാക്കുന്ന പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ചൊരു പരിപാടി തന്നെയാണല്ലോ മത്തി. അതുപോലെ നെത്തലൊക്കെ. അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് ചെറുതുമല്ല എന്നോ ഒത്തിരി വലുതുമല്ല. ഇത് മീഡിയം സൈസുള്ള മീനാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നന്നാക്കി സെറ്റാക്കി എടുക്കട്ടെ. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ മീനെടുത്ത് ഞാൻ പുറത്ത് ക്ലീൻ ചെയ്യാൻ വന്നുകൊണ്ടിരുന്നതാ എൻ്റെ ചുറ്റിലും അത് 2 പേരുണ്ട് കേട്ടോ കാവല്. മെയിൻ ആളില്ല കേട്ടോ കുറിഞ്ഞിയുടെ 2 കുട്ടികളുണ്ട് കേട്ടോ. ചുറ്റുവേടവും വലമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചെടിയുടെ മറവിൽ നിൽക്കുവാണേ. പിന്നെ തീരെ ചെറിയ മീനൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ മീൻ പീര വെക്കാറുണ്ട്. അതായത് മത്തി പീര വെച്ച് നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുടമ്പുളിയും അതേപോലെ തന്നെ കുറച്ച് മസാലകൾ മാത്രം ഇട്ടിട്ടൊരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് മത്തി പീര വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് പീര വെക്കുന്നില്ല. കാരണം നമ്മൾ എന്തായാലും ഇന്ന് വറക്കാട്ടോ. പകുതി ബാക്കി നമുക്ക് എന്തായാലും വൈകിട്ട് നമുക്ക് കറി വയ്ക്കാം. കാരണം ഓൾറെഡി നമ്മൾ കറി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു മീനൊക്കെ കഴുകുന്ന ഒരു ടൈമിൽ നന്നായി കല്ലുപ്പൊക്കെ ഇട്ട് കഴുകുകയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആവട്ടെ. അതായത് 2-3 വട്ടം കല്ലുപ്പ് ഇട്ടിട്ട് കഴിക്കഴിഞ്ഞാൽ ഒരു മേളിലൊക്കെ ഒരു വഴുവഴുപ്പ് ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് ഒരു മത്തി അതേപോലെ തന്നെ നമ്മുടെ നെത്തോലി മീനുണ്ടല്ലോ. അപ്പോൾ നെത്തോലി മീനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ ചെറുതൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം അതിൻ്റെ പുറകെ തന്നെ നിൽക്കേണ്ടി വരും. പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് പണികളൊക്കെ ഓൾറെഡി കുറേയൊക്കെ തീർന്നുകൊണ്ട് നമുക്കിന് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ. അതേപോലെ തന്നെ ഇന്നിപ്പോൾ നോക്കി നല്ല വെയിലാട്ടോ വന്നിട്ടുള്ളത്. പിന്നെ വെയിലുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു തണുത്ത കാറ്റ് വീശാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെയിൽ പിന്നെ ചുട്ടുപൊടുന്ന വെയിലാണെങ്കിൽ ഒരു കൂളിങ് നമുക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരുടെയും നല്ല വെയിൽ തന്നെ ആയിരിക്കില്ലേ. എന്തായാലും വെയിലിൻ്റെ ശക്തി നന്നായിട്ട് കൂടുന്നതിന് മുന്നേ നമുക്കിത് ഇവിടെ നിന്ന് വൃത്തിയാക്കി കയറാം. നമ്മുടെ മീനെല്ലാം നമ്മൾ നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത മസാലയൊക്കെ തേച്ചിട്ട് വറക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ തീറ്റിട്ടാണ് നമ്മളിപ്പോൾ മൂപ്പിച്ചെടുക്കുന്നത്. നല്ല ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വേവുള്ളൂ. പിന്നെ ഞാൻ മേളിൽ കൂടെ കുറച്ചത് എണ്ണയുടെ മേളിൽ തന്നെ നന്നായിട്ട് ചൂടായ ടൈമിൽ എണ്ണയുടെ മേളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയും കൂട്ടാട്ടോ വറുത്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കറിവേപ്പിലൊക്കെ പാടായിട്ട് അവർ എണ്ണയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചൂടാകുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊരു 2 ട്രിപ്പ് കൂടി ഒന്ന് വറുത്തെടുക്കാറുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് വേവിട്ട് ശേഷം നമുക്ക് വറുത്ത് പോരാം. പിന്നെ നമ്മുടെ ഇന്നത്തെ അടുത്ത സ്പെഷ്യൽ എന്ന് പറയുന്നത് നോക്കിയതാ അടിപൊളി മോരുകറി കേട്ടോ. അപ്പോൾ മോരുകറിയുടെ കൂടെ ഒരു മീൻ വറുത്തത്. ഇനി ഉണക്കമീൻ ആയിക്കോട്ടെ നമ്മുടെ പച്ചമീനൊക്കെ ആയിട്ട് പച്ചമീനാണെങ്കിൽ അത്യുത്തമം തന്നെ പറയട്ടെ. അപ്പം നല്ല അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ.
അങ്ങനെ നമ്മൾ 2 സെക്ഷൻ നമ്മൾ മീനൊക്കെ വറുത്ത് കോരിയിട്ട് നമ്മൾ ഒരു കുറച്ചുകൂടി ഉണ്ട് കിട്ടുന്നില്ല അതുകൂടി ഞാനത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കണം. അപ്പം എന്തായാലും അതുകൂടി നന്നായിട്ട് നോക്കട്ടെ. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു ചുക്കുട്ടി ചീരല്ല അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് തോരൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 ആവി കയറിയപ്പോൾ നമ്മുടെ തോരനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നോക്കി തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് ഒതുക്കിയെടുത്തിരിക്കും ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഇപ്പോഴത്തേനും നല്ല വെയിലായിട്ടോ. കാരണം ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയത് വേറെ ഒന്നുമല്ല ഗൈസ്. കാരണം നമ്മൾ അന്ന് പയർ നട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പയറൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ നല്ല നന കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഒരു മഴ പെയ്തൊരു എഫക്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ സ്പ്രിംഗ്ലറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ 2 നേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റിൽ നന്നായിട്ട് പൂക്കളൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു വെയിലത്ത് അങ്ങനെ വാടി തൂങ്ങി നിൽക്കാൻ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് നമ്മൾ ആ ഒരു നനയ്ക്കുന്നതിൻ്റെ ഒരു പവറിൽ തന്നെയാണ്. കാരണം അത്രയും പുള്ളുന്ന വെയിലായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആയിരുത്താം ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നല്ലൊരു പച്ചപ്പൊക്കെ നല്ലൊരു കൂളിംഗ് ഒക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ പയറല്ല നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് നമ്മുടെ പയർ വിത്തൊക്കെ പെട്ടെന്ന് ഷട്ടപ്പടിയെന്നെല്ലാം മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ഒരു പയർ വിത്തൊക്കെ നന്നായിട്ട് മുളച്ച് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും പെട്ടെന്ന് മുളയ്ക്കാൻ കാരണം വേറെ ഒന്നും. നമ്മളിപ്പോൾ നടുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മൾ രാവിലെ പയർ വിത്തുകളൊക്കെ നട്ടു കൊടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടി എന്തായാലും ഗൈസ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തോളൂ. കാരണം അത്രയും എന്താ പറയുക അത്രയും പെട്ടെന്ന് നമുക്ക് ലൈവായിട്ട് ഈ റിസൾട്ട് നമ്മൾ കാണിച്ചു തരുന്ന നോക്കി. പിന്നെ നമ്മൾ പയർ വിത്തൊക്കെ നടുന്നതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായില്ല. ആ ഒരു വിത്തിൻ്റെ കനത്തിൽ മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒരുപാട് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുളയൊക്കെ പെട്ടെന്ന് മുകളിലേക്ക് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇതൊക്കെ നമ്മൾ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സഹായിയായിട്ട് നമ്മുടെ കൂടെ തന്നെ ഈ ഒരു വിത്തൊക്കെ നടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഏതൊരു വിത്താണെങ്കിൽ നമ്മൾ നടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടോയെന്ന് ഉറപ്പ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകളൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് മുളയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വിത്ത് മാത്രമായിട്ട് നമ്മളിതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു വിത്തുകളൊക്കെയാണ് നമ്മൾ ഓൺലൈനിൽ നട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സംഭവം കൊള്ളാത്തത് ഫുള്ള് നമ്മുടെ വള്ളിപ്പയറാണ്. പിന്നെ നമ്മൾ കുറ്റിപ്പയർ നമ്മുടെ പറമ്പിൽ അല്ലാതെ നമ്മുടെ ഏലത്തിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വള്ളിപ്പയറൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മൾ എന്തായാലും അതിൻ്റെ ഓരോരോ അപ്ഡേഷനും കാണിച്ചിരുന്നു. നോക്കിയത് ഇവിടെ തൊട്ടടുത്തായിട്ട് 2-3 അടുപ്പിച്ചായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വിത്ത് നടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മണ്ണായിരുന്നു നല്ല വളക്കൂറുണ്ടെന്നൊക്കെ ഉറപ്പ് വരുന്നത്. ഇനി പൊട്ടും വളക്കൂറില്ലാത്തൊരു മണ്ണാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു വിത്ത് നടാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടുംകാഷ്ടം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വളക്കൂറുള്ളതാക്കി എടുത്തിട്ട് നമ്മൾ നടുവാണെങ്കിലും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ നമുക്ക് നല്ല അടിപൊളിയുടെ റിസൾട്ടിന് എല്ലാം മുളച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വിത്തായതുകൊണ്ട് അങ്ങനെ ചപ്പയായിട്ടുള്ള വിത്തോ അങ്ങനെ ഒന്നുമില്ല. അത് നല്ല ഹൈ ക്വാളിറ്റി വിത്തായതുകൊണ്ട് നമുക്ക് ഒന്നും പോലും മുളയ്ക്കാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ എല്ലാം മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിത്ത് നട്ട് 2 ദിവസത്തിനുള്ളിൽ നല്ല കറക്റ്റായിട്ട് എല്ലാം അടിപൊളിയായിട്ട് മുളച്ചൊക്കെ നിൽക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാട്ടോ. ഇതുപോലെ നമ്മൾ വിത്തൊക്കെ നടുന്ന ഒരു ടൈമിൽ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ അതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഗാർഡനിലുള്ള പൂക്കളെ പോലത്തെ നോക്കി നമ്മുടെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായാലും നമുക്ക് ഒരുപാട് പൂക്കൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് ഫുള്ള് നമ്മുടെ കൊങ്ങിണി പൂക്കളാണ്. പിന്നെ നമ്മുടെ ഇവിടെ കൊങ്ങിണി പൂ നട്ടോ പറയാറ്. എന്തായാലും പണ്ടൊക്കെ ഞാൻ അത്തപ്പൂക്കൾ ഇടുന്ന ടൈമിൽ എൻ്റെ അത്തപ്പൂക്കളത്തിലെ മെയിൻ ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. പല കളറിലും അതുപോലെ തന്നെ ഇതൊരു സീസണലായിട്ടൊരു ഫ്ലവറൊന്നും അല്ലാതെ നമുക്ക് എല്ലാ ടൈമിലും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിതിപ്പോൾ കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റു ആയിട്ടും എന്നാലും നിറച്ച് നട്ടി ഒരു ഏരിയയിൽ കൂടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.